അപ്പം ഇത് വഖഫല്ല, മനസ്സിലായിക്കൊള്ളണം. ഇത് വഖഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരമുണ്ട്, അത് നിങ്ങൾ മനസ്സിലായി. ഇത് ഒരിക്കലും വഖഫല്ല. ഈ ലോൺ അടക്കാതെ കഴിയുമ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവർക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ അങ്ങാട് ആത്മഹത്യ ചെയ്യും. നിങ്ങൾ ഇങ്ങാടും തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ 3 കൊല്ലം ജയിലിൽ കിടക്കണ പോലെ കിടക്കണത്, മനസ്സിലായ? നിങ്ങളിപ്പോ മുഖ്യമന്ത്രിനെ കുറ്റം പറയും, മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും. ഇത്രേ എനിക്ക് ചോദിക്കാനുള്ളൂ. മുനമ്പം വഖഫ് ഭൂമി തർക്ക വിവാദം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. പല രാഷ്ട്രീയ നേതാക്കളുടെയും പല രീതിയിലുള്ള പ്രസ്താവനകളും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ആയിട്ടും കേരള സർക്കാരോ അതല്ലെങ്കിൽ ഫാറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റോ കാര്യഗൗരവമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തിട്ടില്ല, പ്രസ്താവനകൾ ഇറക്കിയിട്ടില്ല. ഇത്തരമൊരു സന്ദർഭത്തിൽ ഫാറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻ്റ് ആണല്ലോ ആ മുനമ്പം വഖഫ് ഭൂമിയുടെ തർക്ക വിഷയത്തിൽ കാര്യമായിട്ടൊരു നിലപാടെടുക്കേണ്ടത്. പക്ഷെ അവരതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാതിരിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ആ വിഷയത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. മാധ്യമപ്രവർത്തകർ എന്തുകൊണ്ടാണ് അവരെ സമീപിക്കാത്തത് എന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. മാധ്യമപ്രവർത്തകർ പല മതനേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ചോദിച്ചുകൊണ്ട് മുനമ്പം തർക്കഭൂമിയുടെ ആ വിവാദപരമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ച് അവരെ കൊണ്ട് പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നിലപാട് പറയേണ്ട ഫാറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിനോട് അവർ ഒന്നും ചോദിക്കുന്നില്ല. എന്തുകൊണ്ടാണത്? അവർക്ക് ആവശ്യമുള്ളത് ഈ വിവാദം കൊഴുപ്പിച്ചു നിർത്തി അവരുടെ റീച്ച് വർദ്ധിപ്പിക്കുക, വ്യൂവേഴ്സിനെ വർദ്ധിപ്പിക്കുക എന്നതാണോ? അതല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ തീർച്ചയായിട്ടും മുനമ്പം വഖഫിൻ്റെ കൃത്യമായ നിലപാട് പറയേണ്ട ഫാറൂഖ് കോളേജിൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കട്ടെ എന്താണ് അവരുടെ നിലപാട് എന്ന്. എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? അതുമാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വളരെ ഗൗരവത്തിൽ ഇടപെട്ട് പരിഹരിക്കേണ്ട ചില വിഭാഗങ്ങൾ ആ വിഷയത്തിൽ മൗനം പാലിക്കുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ ദുരൂഹതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്. ഈ ഒരു കയ്യേറ്റത്തിൽ, ഈ ഒരു വിവാദ പ്രശ്നത്തിൽ അവർക്കും പങ്കുണ്ട് എന്നല്ലേ അതിനർത്ഥം? മറ്റൊരു വിഭാഗമുണ്ട്, എന്തും വർഗീയമായിട്ട് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ചിത്രീകരിക്കുന്നവർ. അവർ ഈ മുനമ്പം വിഷയവും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് വർഗീയമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 2 വിഭാഗങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള നിരന്തരമായ പരിശ്രമങ്ങൾ മുനമ്പം വഖഫ് ഭൂമി തർക്കത്തിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ വലിയ വിവാദമായ ഒരു പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് VT സതീശൻ നടത്തിയിട്ടുള്ളത്. അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒരു പരാമർശമാണത് നടത്തിയത്. കോടതിയെയും മുൻകാലങ്ങളിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന രേഖാമൂലം സമർപ്പിച്ച പല ഉന്നതന്മാരെയും തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇത് വഖഫ് ഭൂമിയല്ല, ഇത് വഖഫ് ഭൂമിയാണ് എന്നതിന് യാതൊരു രേഖയുമില്ല എന്ന രീതിയിൽ ആധികാരികമായി പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുനമ്പം വഖഫ് ഭൂമി തർക്കവുമായി ബന്ധപ്പെട്ട ആ വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുമായി സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണമെന്ന് അറിയിക്കുന്നു. ഏതായാലും മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, അതിനെക്കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നാലേ ഇനി എന്താണ് അതിനെക്കുറിച്ച് കാര്യമായിട്ട് പറയാൻ പറ്റുകയുള്ളൂ. ആ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അതുവരെ കാത്തിരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. പലരുടെയും പ്രസ്താവനകൾ കേട്ടാൽ തോന്നും ഈ വഖഫ് ഭൂമി ആദ്യമായിട്ടാണ് കയ്യേറുന്നത്, ഇത്തരത്തിലുള്ള വഖഫ് ഭൂമി കയ്യേറുന്നതും അന്യാധീനപ്പെട്ടു പോകുന്നതൊക്കെ ഈ രാജ്യത്ത് ആദ്യമായിട്ട് സംഭവിക്കുകയാണെന്നാണ് പല ആളുകളുടെയും പ്രസ്താവന കണ്ടാൽ തോന്നുന്നത്. ഇത് രാജ്യത്ത് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എത്ര ഏക്കർ ഭൂമികളാണ് നമ്മുടെ രാജ്യവ്യാപകമായി നോക്കുകയാണെങ്കിൽ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയത്? വഖഫ് ഭൂമി പലരും കയ്യേറിപ്പോയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇന്ത്യ രാജ്യത്താകമാനം വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുള്ളത്. അങ്ങനെ വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് വഖഫ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും അതിന് വല്ല അറുതിയുണ്ടോ? ഇല്ല. വഖഫ് ബോർഡ് രൂപീകരിച്ചിട്ടും ഈ വഖഫ് ബോർഡ് കയ്യേറ്റത്തിനോ അനധികൃത ഇടപാടിനോ ഒന്നും ഒരു കുറവും സംഭവിക്കുന്നില്ല. ഇപ്പോഴും കയ്യേറിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, മുമ്പ് കയ്യേറിയ വഖഫ് ബോർഡിന്റെ ഭൂമി പലതും വീണ്ടെടുക്കാൻ പോലും വഖഫ് ബോർഡിന് സാധിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈ വഖഫ് ബോർഡിന്റെ ഭൂമി വിൽപ്പന നടന്നിട്ട് അവിടെ താമസം തുടങ്ങിയിട്ട്, എന്നിട്ട് ഇപ്പോഴാണല്ലോ വഖഫ് ബോർഡ് ആ ഒരു ലെറ്റർ അയച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിനു മുമ്പുള്ള വഖഫ് ബോർഡിനൊക്കെ പിന്നെ എന്തായിരുന്നു പണി? ഈ വഖഫ് ഭൂമികൾ അന്യാധീനപ്പെട്ടു പോവാൻ കാരണം എന്താണ്? മുൻകാലങ്ങളിലുള്ള വഖഫ് ബോർഡിലെ ഉന്നതന്മാരുടെ
പങ്കാളിത്തം അതിന് പിന്നിലുണ്ട്. അവരുടെ അറിവില്ലാതെ ഇത്തരം വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്, അല്ലെങ്കിൽ അനധികൃതമായി വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇതെല്ലാം അവരുടെ അറിവോടെയാണ്, അവർക്കും ഇതിലൊക്കെ പങ്കുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇനി വഖഫ് സ്വത്ത് മാത്രമാണോ ഇത്തരത്തിൽ അന്യാധീനപ്പെട്ടു പോകുന്നത്? ദേവസ്വം ബോർഡിന്റെ ഭൂമി ഇതേപോലെ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്, മറ്റു പലരും കയ്യേറുന്നുണ്ട്. എന്തിന് കേരള സർക്കാരിന്റെ ഭൂമി വരെ പലരും കയ്യേറുന്നുണ്ട്, അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വഖഫ് ബോർഡിന്റെ ഭൂമി തിരിച്ചു പിടിക്കുമ്പോൾ മാത്രം എന്താ ഇത്ര വിവാദം? അത് തികച്ചും രാഷ്ട്രീയ നേട്ടങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്നേ ഉള്ളൂ. അവിടെ താമസിക്കുന്ന റിസോർട്ട് ഉടമകളും ഭൂവുടമകളും ഒക്കെ എന്ത് ചെയ്യുക, അവര് ഈ വിവാദം വലിയ ഒരു പ്രശ്നമായിട്ട് നിലനിർത്താനും അവരുടെ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർ പല രീതിയിലും കുതന്ത്രങ്ങൾ മെനയുകയാണ്. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു തർക്കവും വിവാദവും ഒക്കെ എങ്ങനെ കെട്ടടങ്ങാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരുടെയും പ്രസ്താവന കേട്ടാൽ നമുക്കറിയാം, അവർക്ക് വഖഫ് ബോർഡിനെ കുറിച്ചോ ഇന്ത്യയുടെ വഖഫ് നിയമത്തെക്കുറിച്ചോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വഖഫ് നിയമങ്ങളെക്കുറിച്ചോ ഒരു ചുക്കും അറിയില്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഏത് ഭൂമിയും വഖഫ് ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ചിലർ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെ അല്ലല്ലോ. ഒരാൾക്ക് പാരമ്പര്യമായി കിട്ടിയതോ അതല്ലെങ്കിൽ അയാൾ വില കൊടുത്തു വാങ്ങിയതോ ആയ എന്തെങ്കിലും വസ്തുക്കൾ, അത് മാത്രമേ അയാൾക്ക് വഖഫ് ചെയ്യാൻ അധികാരമുള്ളൂ, അവകാശമുള്ളൂ. അല്ലാതെ മറ്റൊരാളുടെ സ്വത്ത് അല്ലെങ്കിൽ ഒരു പൊതു സ്വത്ത് വഖഫ് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല, അധികാരമില്ല. ഇനി ഈ വഖഫ് ചെയ്ത ആൾ എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടാണോ വഖഫ് ചെയ്തിട്ടുള്ളത്, ആ ഉദ്ദേശം മാത്രമേ ആ ഭൂമിയിൽ നടപ്പാക്കാൻ പറ്റൂ. മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി ആ ഭൂമിയോ വസ്തുക്കളോ വഴിതിരിച്ചുപെടാൻ പറ്റൂല. അതാണ് വഖഫ് നിയമം. അതേപോലെ ഒരിക്കൽ വഖഫ് ചെയ്ത ഒരു വസ്തു, ഒരു ഭൂമിയോ മറ്റു വസ്തുക്കളെ വല്ലതും പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചെടുക്കാൻ തോന്നുകയാണെങ്കിൽ അതും സാധിക്കില്ല. അത് എന്നും കാലാകാലം വഖഫ് തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ അത് മറ്റൊരാവശ്യത്തിന് വേണ്ടി വഖഫ് ചെയ്യാനോ അതും പറ്റൂല, വഴി തിരിച്ചുവിടാനോ ഒന്നും പറ്റൂല. അത് അയാൾ വഖഫ് ചെയ്യുന്ന സമയം എന്തുദ്ദേശത്തിലാണോ വഖഫ് ചെയ്തത്, ആ ഉദ്ദേശം തന്നെ ആയിരിക്കും പിന്നീട് അവസാന കാലം വരെ ഉണ്ടാവുക. മറ്റൊന്നിലേക്ക് വഴി തിരിച്ചുവിടാനൊന്നും ഒരിക്കലും പറ്റൂല. ഈ വഖഫ് ഭൂമിയോ വഖഫ് സ്വത്തുക്കളോ വഖഫ് ചെയ്യുന്നതോടെ ആ ഉടമസ്ഥാവകാശവും അതിൽ ക്രയവിക്രയം ചെയ്യാനുള്ള എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും നിന്നുപോയി എന്നുള്ളതാണ് വഖഫ് എന്നതിനർത്ഥം. വഖഫ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പായി എന്നാണ് അതിനർത്ഥം തന്നെ. അതായത് ആ ഭൂമിയുടെ എല്ലാ ക്രയവിക്രയങ്ങളും അവിടെ സ്റ്റോപ്പായി കഴിഞ്ഞു, പിന്നീട് മറ്റൊന്നിനും പറ്റൂല എന്നാണ് വഖഫ് എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ നിയമങ്ങൾക്കനുസരിച്ച് ഈ വഖഫ് ഭൂമി സംരക്ഷിക്കുകയും അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് വഖഫ് ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. ആ വഖഫ് ബോർഡിന് പോലും ഈ വഖഫ് ഭൂമി തരം മാറ്റാനോ അതല്ലെങ്കിൽ വഖഫാക്കി മാറ്റാനോ തിരിച്ചെടുക്കാനോ സാധിക്കൂല. ഇപ്പോൾ വി.ടി. സതീശൻ പറയുന്നു, പ്രതിപക്ഷ നേതാവ് വി.ടി. സതീശൻ പറയുന്നു, മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന്. വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നവർ കള്ളത്തരമാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ആരെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് കള്ളനാക്കിയിരിക്കുന്നത്? കോടതിയെയാണ്, ഇവിടുത്തെ നിയമവ്യവസ്ഥയെയാണ് പ്രതിപക്ഷ നേതാവ് കള്ളനാക്കിയിരിക്കുന്നത്. പറവൂർ സബ് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി ആണ് എന്നത്. വഖഫ് നിയമത്തിന്റെ എല്ലാ വ്യവസ്ഥകളും അനുസരിച്ചു കൊണ്ടുള്ള ആധാരമാണ് ഇടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ 2115/1950 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് കണ്ടെത്തിയത് കോടതിയാണ്. മാത്രവുമല്ല, പറവൂർ സബ് കോടതിയുടെ ഈ ഒരു കണ്ടെത്തൽ അത് പൂർണ്ണമായിട്ടും ശരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് ഹൈക്കോടതിയാണ്. അപ്പൊ ഇത്തരത്തിൽ ഹൈക്കോടതി അടക്കം അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞതിനെയാണ് വി.ടി. സതീശൻ തള്ളിക്കൊണ്ട് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ ആ രേഖ കോടതിക്ക് കൈമാറട്ടെ, എന്നിട്ട് ഇത് വഖഫ് ഭൂമി അല്ല എന്ന് കോടതിയിൽ തെളിയിക്കട്ടെ. അതല്ലേ വേണ്ടത്. അല്ലാതെ അവിടുത്തെ ജനങ്ങളെ വെറുതെ പറഞ്ഞു പറ്റിക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന എന്താണ്? കോടതിയെ നിഷേധിച്ചിരിക്കുകയല്ലേ. കോടതിയെ നിഷേധിക്കുന്നതോടുകൂടെ അദ്ദേഹം ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയല്ലേ ഇവിടെ നിഷേധിച്ചിരിക്കുന്നത്. അത്തരമൊരു പ്രതിപക്ഷ നേതാവ് നാളെ മുഖ്യമന്ത്രിയാവുമെന്ന് പറയുമ്പോൾ എങ്ങനായിരിക്കും പിന്നീട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? എന്തിനാണ് ഈ പാവം ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞാൽ എന്താ? നമ്മുടെ നാട്ടിൽ നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമുണ്ട്. പിന്നെ എന്തിനാണ് വെറുതെ കള്ളം പറഞ്ഞുകൊണ്ട് പാവങ്ങളെ പറ്റിക്കുന്ന ആവശ്യം? ഉള്ള ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലല്ലോ അവരെ സമാധാനിപ്പിക്കേണ്ടത്.
അവർക്ക് ഈ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരം ചെയ്യാൻ കഴിയും, അതിനൊരു പോംവഴി കണ്ടെത്തി അത് ചെയ്യുകയല്ലേ, അത് ചെയ്യാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ച് പറ്റിച്ചു നിർത്തേണ്ട കാര്യം എന്താണ്? അതുപോലെ വഖഫ് ഭൂമി പിന്നെ അവർക്ക് വിറ്റ ചില ആളുകളുണ്ടല്ലോ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതിന് കൂട്ടുനിന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇതിനെല്ലാം കൂട്ടുവഹിച്ച വഖഫ് ബോർഡിലെ ചില ഉന്നതന്മാരുണ്ടാവല്ലോ, അവരൊക്കെ നിയമത്തിന് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്. അതല്ലാതെ കോടതി അടക്കം പറഞ്ഞ നിയമസഭയിൽ രേഖകളുള്ള മുനമ്പത്തെ വഖഫ് ഭൂമിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവങ്ങളെ പറ്റിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ട് അവർക്കൊരു പരിഹാരമാവില്ലല്ലോ. അവർക്ക് വേണ്ടത് ഒരു ശാശ്വത പരിഹാരമാണ്. അത് കണ്ടെത്തി അതിനനുസരിച്ച് അവരെ ബോധ്യപ്പെടുത്തുക, അതാണ് ചെയ്യേണ്ടത്. അവർക്ക് ആ ഭൂമിക്ക് നികുതി അടക്കണമെങ്കിലോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങളോ ബാങ്കിൽ നിന്ന് ലോണോ കിട്ടണമെങ്കിൽ അവർക്കത് ഉപയോഗപ്രദമാവണ്ടേ? അവരെ വെറുതെ സമാധാനിപ്പിച്ചത് കൊണ്ട് ഇവർക്ക് ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുമോ? ഒരു ലോണ് പോലും അവർക്ക് ആ ഭൂമി പണയം വെച്ചിട്ട് കിട്ടാൻ പോകുന്നില്ല. ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ വാക്കുകൊണ്ടൊന്നും ഒരു ആനുകൂല്യവും ലോണും കിട്ടാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിയമവിരുദ്ധമായിട്ട് നമ്മളെ രാജ്യത്ത് നിലനിൽക്കുന്ന വഖഫ് നിയമത്തിന് വിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവിടെ താമസിക്കാൻ പറ്റിയെന്ന് വരാം. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അതിന് കൂട്ടുനിൽക്കുമോ? ഇന്നല്ലെങ്കിൽ നാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ട ആളല്ലേ. അത്തരത്തിലെ നിയമവിരുദ്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കൂട്ടി നിൽക്കുമോ? കോടതിക്ക് മേലെയാണോ പ്രതിപക്ഷ നേതാവ്? മുമ്പ് വഖഫ് ബോർഡിനെ കുറിച്ചും വഖഫ് ഭൂമിയെക്കുറിച്ചൊക്കെ പഠനം നടത്താൻ വേണ്ടി സർക്കാർ നിയോഗിച്ച നിസാർ കമ്മീഷൻ പറയുന്നു അത് വഖഫ് ഭൂമിയാണെന്നും 188 ഏക്കർ അനധികൃതമായി കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും പറയുന്നു. ഈ റിപ്പോർട്ടിനൊക്കെ തള്ളിക്കൊണ്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ല എന്ന്. അപ്പോൾ ഈ രേഖകളൊക്കെ പിന്നെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ രേഖകളടക്കം മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് അത് വഖഫ് ഭൂമിയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇത് വിൽപ്പന നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നാണ്. അതിനാണ് പ്രതിപക്ഷ നേതാവാണെങ്കിലും മുന്നോട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ഇത് വാങ്ങിയ ആളുകൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, അവർ ചതിക്കപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം വാങ്ങിക്കൊടുക്കണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഇത്തരമൊരു ഭൂമി വിൽപ്പന നടത്താൻ കൂട്ടുനിന്ന സർക്കാർ ഉദ്യോഗസ്ഥരും വഖഫ് ബോർഡിലെ ഉന്നതന്മാരെയും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇനി മുസ്ലിം ലീഗ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത്, കാര്യമായിട്ട് ഇടപെടുന്നില്ല? രണ്ട് മതസ്ഥരെ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ മുനമ്പ് വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു നിലപാട് പറയുന്നില്ല. സതീശന്റെ നിലപാട് തന്നെയാണോ മുസ്ലിം ലീഗിനുള്ളത്? അവർ തുറന്നു പറയേണ്ടതുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ഇടപെടേണ്ടത് അവരാണ്. കേരളത്തിൽ മുസ്ലിങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വലിയ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്കും അവരുടെ തന്നെ UDF-ലുള്ള വലിയ ഒരു ഉന്നത നേതാവ് ഇത് വഖഫ് സ്വത്തല്ല എന്ന പറഞ്ഞ നിലക്കും കൃത്യമായിട്ടുള്ള ഒരു നിലപാട് മുസ്ലിം ലീഗ് വ്യക്തമാക്കേണ്ടതുണ്ട്. ഇനി അതോ ഈ മുനമ്പത്ത് നടന്ന വഖഫ് ഭൂമിയുടെ അനധികൃത വിൽപ്പനയിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ? ഇതൊക്കെ ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം വിൽപ്പന നടന്ന സമയത്ത് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിൽ ഭൂരിഭാഗവും മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരുന്നു. അപ്പോൾ അന്ന് ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് കമ്മിറ്റിയിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാക്കളും വഖഫ് ബോർഡിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കളും തമ്മിൽ എന്തോ ഒരു കള്ളക്കളി നടന്നിട്ടുണ്ട് എന്നാണ് സംശയിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാത്തത്, അഭിപ്രായം പറയാത്തതെന്ന് മനസ്സിലായി. വി ടി സതീശൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും അതിനെതിരെ ഒരു കാര്യവും പറയാത്തത് അതുകൊണ്ടാണ് എന്ന് സംശയിച്ചു പോകുന്നു. വി ടി സതീശൻ ചെയ്യുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്ന് അവരെ വിശ്വസിപ്പിക്കാൻ വഖഫ് നിയമത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് വി ടി സതീശൻ ഇവിടെ ചെയ്യുന്നതെന്ന് വഖഫ് നിയമം അറിയുന്ന ആർക്കും ബോധ്യമാണ്. വി ടി സതീശൻ പറയുന്ന ആ വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. ആളുകൾ താമസിക്കുന്ന ഭൂമി വഖഫായി ദാനം കൊടുക്കാൻ പറ്റില്ല. ഒന്ന്, അത് തന്നെ അത് വഖഫല്ല. രണ്ടാമത്, അയാൾ ഈ ഫറൂഖ് കോളേജ് മാനേജ്മെന്റുമായി വെച്ച എഗ്രിമെന്റ് ധാരണയിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കല്ല ഉപയോഗിച്ചതെങ്കിൽ ഈ ഭൂമി ഇയാൾക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. വഖഫായി പ്രഖ്യാപിക്കുന്ന ഭൂമി ഒരിക്കലും അങ്ങനെ നിബന്ധനകൾ വെക്കില്ല. നിബന്ധനകൾ വെക്കാൻ പാടില്ല. വഖഫാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ കാലത്തും വഖഫാണ്. അപ്പം നിബന്ധനകൾ വെച്ചിരിക്കുന്നത് കൊണ്ട് അത് വഖഫ് ബില്ലിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ അത് പൂർണ്ണമായി വക്കീൽ ഇരിക്കുന്നു. പെർമനന്റ് ഡെഡിക്കേഷനാണ്, അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്.
പിന്നെ കണ്ടീഷൻ ഒന്നും വയ്ക്കാൻ പറ്റില്ല ദൈവത്തിന് കൊടുക്കുമ്പോൾ. പള്ളിയിലെ പെട്ടിയിൽ പൈസ ഇടുമ്പോൾ, അല്ലെ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോൾ, ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ്. ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റുമോ? അതുപോലെയാണ് വഖഫ്. വഖഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വയ്ക്കാൻ പറ്റില്ല. അപ്പം കണ്ടീഷൻ വെച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അത് വഖഫല്ല, അല്ലേ? വഖഫല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മേടിച്ച ആള് അവര് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. എന്താ? ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു 75 അല്ലേ? ഞങ്ങൾ ഇതിന്റെ വില വാങ്ങിച്ചു. അപ്പൊ ഞങ്ങളിത് വിറ്റാണ്. വില വാങ്ങിച്ചത് എങ്ങനെയാണ്? ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു. ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു. പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാണ് വഖഫാവുന്നത്? ഏത് നിയമം അനുസരിച്ചാണ് വഖഫാവുന്നത്? ഈ 3 കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചുയർത്തിക്കാട്ടിയത്. ഇത് വഖഫ് ഭൂമിയെ അല്ല. ഈ ദേവാലയത്തിന് ഒരാൾ 1 ഏക്കർ ഭൂമി സമർപ്പിച്ചു. അത് ഈ ഇടവകയുടേതായി മാറി, അല്ലേ? ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശികൾ വന്നാൽ തിരിച്ചു കിട്ടുമോ? എത്രയോ പള്ളികളിൽ, എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ദേവസ്വം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന്. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ 4 തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുക, ഇതെൻ്റെ അപ്പാപ്പൻ കൊടുത്തതാണ് ഈ അമ്പലത്തിന്, അതിപ്പോൾ തിരിച്ചു കിട്ടണം എന്ന് പറയാൻ കിട്ടില്ല. അപ്പം ഇത് വഖഫല്ല, മനസ്സിലായിക്കൊള്ളാം. ഇത് വഖഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരമുണ്ട്. അത് നിങ്ങൾ മനസ്സിലായി. ഇത് ഒരിക്കലും വഖഫല്ല. അയാൾ അവസാനം പറഞ്ഞ ഒരു കാര്യം, ഇത് വഖഫാണെന്ന് പറയുന്നതിൽ കള്ളത്തരമുണ്ടെന്നുള്ളത്. അപ്പോൾ ആ കള്ളത്തരം കാണിച്ചു തരാ പറവൂർ സബ് കോടതിയാണ്. അത് ശരിവെച്ചത് ഹൈക്കോടതിയും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ കള്ളത്തരം കാണിച്ച കോടതിക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല? അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നില്ല? ഈ കള്ളത്തരം കാണിച്ച കോടതിക്കെതിരെ ഇതിൽ മുൻകാല നേതാക്കൾ പറഞ്ഞ നിയമസഭയിൽ രേഖയുള്ള അത്തരം രേഖകൾക്കെതിരെയൊക്കെ ഒരു പുനരന്വേഷണം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടണ്ടേ? അതെങ്കിലും ചെയ്യണ്ടേ? ഇനി ഇതേ വീഡിയോയുടെ ബാക്കി അദ്ദേഹത്തെ ആ ഒരു നാട്ടുകാരൻ, മുനമ്പത്തെ ഒരു സാധാരണക്കാരിട്ട് പൊരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതും കൂടി നിങ്ങളൊന്ന് കാണണം. ഇത് വഖഫല്ലെന്നാണ് എല്ലാവരും ഞങ്ങളോട് വന്ന് പറയണത്. ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വന്ന ആൾക്കാരൊക്കെ ഇത് വഖഫല്ല എന്നാണ് പറയണത്. ഞങ്ങൾ തീരാതെ അത് ഫാറൂഖ് കോളേജിന് 1975 ഇത് 2 പ്രാവശ്യം കോടതി വിധി ഉണ്ടായതാണ്. ഇത് ഫാറൂഖ് കോളേജിലായിരുന്നു പറഞ്ഞ്. എന്നിട്ടാണ് ഞങ്ങൾ ഈ സ്ഥലം തീരാധാരം മേടിക്കണത്. എന്നിട്ട് ഇപ്പോൾ വന്ന ആൾക്കാരൊക്കെ ഇത് വഖഫല്ല എന്നാണ് പറയണത്. വഖഫല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് പറയാമല്ലോ. ഞങ്ങൾ അതായത് 3 കൊല്ലം 2022 ഞങ്ങൾ ജയിലിൽ കിടക്കണ പോലെയാണ് കിടക്കണത്. 3 കൊല്ലം ജയിലിൽ കിടക്കണ പോലെ. അതായത് ഇവിടെ ഇഷ്ടംമാരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഇത്തിരി വാരിയും ബോട്ടിൽ പോയാൽ ഇപ്പോൾ അറിയാല, കടലിൽ പോയ ഈ എണ്ണക്കാശ് കടവെട്ടണ വന്ന നഷ്ടമായിരിക്കുള്ളൂ. പിന്നെ ഇത്തിരി വാരി പിന്നെ മറ്റുള്ള പണികൾക്കൊക്കെ പോയി ജീവിക്കണ ആൾക്കാരുണ്ട്. അവരിപ്പോൾ ബാങ്കിൽ ഞങ്ങളുടെ ലോണും പട്ടയൊന്നും കൊടുക്കണില്ലല്ലോ. അപ്പോൾ അത് ആ പട്ടയം കൊടുക്കാത്ത കാരണം അവരിപ്പോൾ മുത്തൂറ്റി അങ്ങനെയുള്ള ബാങ്കുകളാണ്, അതായത് ആത്മഹത്യയുടെ വക്കിലിരിക്കണം. അവർ 2-3 പ്രാവശ്യം ഈ ലോൺ അടക്കാതെ കഴിയുമ്പോൾ അവർ വന്നു കഴിയുമ്പോൾ അവർക്കൊന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയാൽ അങ്ങാടെ ആത്മഹത്യ ചെയ്യും. നിങ്ങൾ അങ്ങാടും ഇങ്ങാടും തർക്കിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ 3 കൊല്ലമായി ജയിലിൽ കിടക്കണ പോലെ കിടക്കണത്. മനസ്സിലായ? നിങ്ങളിപ്പോൾ മുഖ്യമന്ത്രിനെ കുറ്റം പറയും, മുഖ്യമന്ത്രി നിങ്ങളെ കുറ്റം പറയും. ഇത്രയും എനിക്ക് ചോദിക്കാനുള്ളൂ. നിങ്ങൾ എത്രയും ഇത് അതന്നെയല്ല, ഇത് 51 ദിവസമായി ഇവിടെ നിരാകാരം തുടങ്ങിയിട്ട്. നിങ്ങൾ ഒക്ടോബർ 3-ാം തീയതിയാണ് അവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പോയത്. ഇത്രയും ദിവസമായിട്ട് ഒക്ടോബർ 13-ാം തീയതി ഞങ്ങൾ സമരം തുടങ്ങിയാണ് ഇവിടെ. എന്നിട്ട് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു സമരമുറകൾ നടത്തിയിട്ടുണ്ടോ സാറേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ BJP കയറി വന്നെന്ന് പറഞ്ഞു. BJP വന്നത് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുത്തത് നിങ്ങളാണ്. എന്നിട്ട് ഞങ്ങളുടെ അച്ഛന്മാർ വർഗീയത പ്രചരിപ്പിക്കുകയെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? വല്ല കാര്യമുണ്ടോ? ഇപ്പൊ ഇവിടെ പോണ ജനങ്ങൾ, ഞാൻ കാര്യം പറയാം, രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ല. ഇവിടെയുള്ള ജനങ്ങളൊക്കെ അവരവരുടെ ജോലിക്ക് പോയിട്ട് ജീവിക്കണതാണ്. രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ വേറെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾക്ക് ഇപ്പോഴേ ഞാനിപ്പോഴും കടലിൽ പോണേണ്. അതേപോലെ ഇവിടെ 190% ആൾക്കാരും കടലിൽ പോണ ആൾക്കാരാണ്. അയാൾ കൂടുതൽ പറഞ്ഞു കാര്യങ്ങൾ വഷളാകുമോ എന്നൊരു പേടി VT സതീശനുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് മൈക്ക് വാങ്ങാനുള്ളൊരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അയാളെ ഇന്ന് മൈക്ക് വാങ്ങാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ അയാൾ കൊടുക്കുന്നില്ല. അയാൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു പൂർത്തിയാക്കിയതിന് ശേഷമാണ് VT സതീശന് മൈക്ക് കൊടുക്കുന്നത്. സത്യത്തിൽ അത് കണ്ടപ്പോൾ പാവം തോന്നി. കാരണം ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ കൈ നീട്ടി യാചിക്കുന്നത് പോലെ ആ മൈക്കിന് വേണ്ടി അപേക്ഷിച്ച് നിൽക്കുന്നത് എന്ന് കണ്ടപ്പോൾ സത്യത്തിൽ വിഷമം തോന്നി. ഒരു രാജ്യത്തിൻ്റെ, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് ഒരു സാധാരണക്കാരൻ്റെ മുമ്പിൽ കൈ നീട്ടി യാചിക്കുന്നത് പോലെ ആ മൈക്കിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. ആ സാധാരണക്കാരൻ്റെ സംസാരത്തിനിടയിൽ ആളുകൾ കൈയടിക്കുന്നുണ്ട്. അവർക്കറിയാം ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു പറ്റിക്കുകയാണെന്നുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധാരണക്കാരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവിടെയുള്ള ആളുകൾ മുഴുവൻ കൈയടിക്കും. ഇതൊക്കെ ജനങ്ങൾക്കറിയാം ഇവർ വെറുതെ നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളത്.
അപ്പോൾ ഇത്തരത്തിൽ പരിഹാസരാവേണ്ട കാര്യമുണ്ടോ? ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ പോരെ. എന്നിട്ട് അവർ അനുഭവിച്ച ഈ കഷ്ടതകൾക്കും ഇതിനൊക്കെ ഒരു നഷ്ടപരിഹാരം ഇത് വിറ്റ ആളുകളിൽ നിന്ന് വാങ്ങിക്കൊടുക്കുക, ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണുക. അതല്ലേ ഒരു പ്രതിപക്ഷ നേതാവ് ചെയ്യേണ്ടത്. അതല്ലാതെ അവർ വെറുതെ പറഞ്ഞു പറ്റിച്ചിട്ട് അവർക്ക് അവിടെ താമസിച്ചിട്ട് അതുകൊണ്ടൊരു യാതൊരു നേട്ടവും ഇല്ലാത്ത രീതിയിൽ, ഒരു ശാശ്വത പരിഹാരം കാണാത്ത രീതിയിൽ അങ്ങനെ ഒരു വെറുതെ കള്ളം പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? അതും ഈ രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ തള്ളിപ്പറഞ്ഞ് വഖഫ് നിയമങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവല്ലേ, നാളെ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരേണ്ട ആളല്ലേ. ഇവിടെ സത്യത്തിൽ എന്ത് പരിഹാരമാണെന്ന് ആവശ്യമുള്ളത്? അത് വഖഫ് ഭൂമിയാണെങ്കിൽ ആ വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടുകയും വേണം. അവിടെ താമസിക്കുന്ന ആളുകൾ വഴിയാധാരമാവാനും പാടില്ല. അത്തരത്തിലുള്ള ഒരു പരിഹാരമാണ് അവിടെ വേണ്ടത്. നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാതെ തന്നെ അതിനൊക്കെ പരിഹാരം കാണാമല്ലോ. അതിനാദ്യം ചെയ്യേണ്ടത് ഇത്തരത്തിൽ നിയമവിരുദ്ധമായ ഒരു വിൽപ്പന അവിടെ നടന്നിട്ടുണ്ട്. ആ വിൽപ്പനയിൽ ആർക്കൊക്കെ പങ്കുണ്ട് അവരെ മുഴുവൻ അന്വേഷിച്ച് കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാം. അത് സ്വന്തം പാർട്ടിക്കാരനായാലും ശരി, അവരെ കൊണ്ടുവരാം. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഈ പാവങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുക. അവർക്ക് താമസിക്കാൻ പറ്റിയ അനുയോജ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തി അവരെ അവിടെ താമസിപ്പിക്കുക. സർക്കാരും മറ്റ് പാർട്ടികളടക്കം ചെയ്തു കൊടുക്കുക. അത്തരത്തിലുള്ള ഒരു പരിഹാരമാണ് വേണ്ടത്. അല്ലാതെ വെറുതെ ആളുകളെ പറഞ്ഞ് പറ്റിക്കല്ല, അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കല്ല വേണ്ടത്. അതൊക്കെ കേവലം രാഷ്ട്രീയ നേതാക്കളുടെ വിടുവായത്തങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. അതാണ് അവിടെ ആ സാധാരണക്കാരൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായത്. ആ സംസാരത്തിനിടയ്ക്ക് ജനങ്ങൾ കൈയടിച്ചു നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമിറങ്ങാൻ വേണ്ടി ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് മുന്നിട്ടിറങ്ങിയാണ് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.